അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും തോന്നിയ സംശയങ്ങളാണ് ഇന്ന് അച്ഛനോട് ചോദിക്കുന്നത്. ജ്യോതിയമ്മയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? സ്നാനപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ആ പെന്തക്കോസ് പാസ്റ്ററായാലും അവരും കൊടുക്കുന്ന ക്ലാസ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതല്ല, നിങ്ങൾ അടുത്ത ജന്മം ചത്ത് ജീവിച്ചു, അതാണ് സ്നാനം കൊണ്ടവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കർത്താവിൽ നിന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഇനി ഒരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ അതിന്റെ പാപം 7 തലമുറ എന്ന് പറയുമ്പം മക്കള് അങ്ങനെ ഒരു 7 തലമുറയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇവർ പുള്ളി ഒരു ഭയം ഓട്ടോമാറ്റിക്കായിട്ട് കയറുവാണ്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ കർത്താവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ആ ഇഷ്ടപ്പെട്ട് വന്നതിൻ്റെ ഫലം ഈ 7 തലമുറ നിൽക്കും എന്നുള്ള ഒരു ഇത് വരുമ്പോൾ എനിക്ക് ഉള്ളിൽ വേണ്ടായിരുന്നു. കർത്താവിനോട് എനിക്കൊരു ഭയമാ വരുന്നത്. ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ സ്നേഹം, ആ സ്നേഹം എനിക്ക് പിന്നെ വരത്തില്ല, ഉള്ളിൽ ഭയമാ. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, എനിക്കിതിൽ നിന്ന് ഊരി പോവാനും പറ്റുന്നില്ല. ഊരി പോയാലോട്ട് 7 തലമുറ എൻ്റെ മക്കളോ കൊച്ചുമക്കളെല്ലാവരും നിൽക്കും. അപ്പം അതൊരു വിഷയം. പക്ഷെ ഞാനിപ്പോൾ അച്ഛനോട് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടി, ഞാൻ അതിൽ നിന്ന് റിലീസായി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒത്തിരി പേര് ഭയന്ന് ഇതിനകത്ത് നിൽപ്പുണ്ട്. എൻ്റെ അറിവിലും കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവര് പറയുമ്പോഴും നീ അത്രയും ഉറപ്പിച്ച് വന്നു, പക്ഷെ ഞങ്ങൾക്കത് വരാൻ പറ്റുന്നില്ല. അതൊന്ന് അങ്ങനെ ഒരു ഇത് മെസ്സേജ് നമ്മൾ ഇവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരിക്കലും കർത്താവ് ആരെയും ഇപ്പൊ എത്ര ദോഷം ചെയ്താലും കർത്താവും അപ്പൻ, നമ്മൾ വിശ്വസിക്കുന്ന അപ്പൻ ഒരിക്കലും ആ ഒരു സ്നേഹക്കുറവോ ഒരു ശിക്ഷയോ വയ്ക്കത്തില്ല. എത്ര നമ്മൾ അനീതി കാണിച്ചാലും അപ്പൻ നമ്മളെ സ്നേഹിക്കത്തേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ഈ ഒരു ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിലൊന്നും മറ്റുള്ളവർക്ക് ആ ഒരു അച്ഛൻ്റെ ഇതിൽ നിന്നും കൊണ്ടൊരു ക്ലാരിറ്റിയോടുകൂടി ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇത് കേൾക്കുമ്പോൾ ഒത്തിരി പേര് ഇതിനോട്ട് മാറി ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, യേശു കർത്താവിനോട് പ്രണയമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജ്യോതിയമ്മയ്ക്കുണ്ട്. പക്ഷേ മതം പറയാൻ തുടങ്ങി ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ശിക്ഷിക്കും, കർത്താവ് കോപിക്കും, കർത്താവ് ഭയങ്കര രീതിയിൽ വല്ലാത്ത രീതിയിൽ നമ്മളെ ഈ പറഞ്ഞതുപോലെ 7 തലമുറ ഒക്കെ ശിക്ഷിക്കുന്ന ഒരു കർത്താവാണെങ്കിൽ അയാളോട് പോകാൻ പറ എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഞാനും പറയും, അങ്ങനെ ഒരു കർത്താവാണ് നമുക്കുള്ളതെങ്കിൽ ആ കർത്താവിന് എനിക്കും വേണ്ട. അങ്ങനെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ എനിക്ക് ഇന്നലെ വേണ്ട. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റണം. കാരണം ആ വ്യക്തി ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ക്രൂരനല്ല. പക്ഷെ ആ ഒരു ക്രൂരനല്ല, ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ അപ്പുറത്തോട്ട് പോയത്. ഓക്കെ, ഇത് ആൾക്കാരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കണം. നമ്മൾ ആരാധിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട് ഇല്ല. ഏത് ആട്രിബ്യൂട്ട് ഇല്ല? 7 തലമുറ ശിക്ഷിക്കുന്ന, കോപിക്കുന്ന, തീയിലിട്ട് പൊരിക്കുന്ന, വറുക്കുന്ന അങ്ങനൊരു ദുഷ്ടനായ ഒരു വ്യക്തിയല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കരിഞ്ഞു പോകേണ്ടത് ഈ പറയുന്ന പാസ്റ്റർമാരായിരിക്കണം. കാരണം ഇവന്മാരിൽ ഇല്ലാത്ത തരികിട വേറെ ആരെങ്കിലും ഇല്ല. ഇവന്മാരൊന്നും ജീവിച്ചിരിക്കില്ല. കാരണം ഈ പറയുന്നത് തന്നെ ഒരു കള്ളമാണ്. ഏത്? ഇങ്ങനെ കോപിക്കുന്നതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളമാണ്. അങ്ങനെയെങ്കിൽ ഈ പാസ്റ്റർമാരെ 7 തലമുറ വെള്ളം പോലും കുടിക്കാതെ ചാകേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന വർഗം എന്ന് പറയുന്നത് ഈ പാസ്റ്റർമാർ തന്നെയാണ്. അറിയില്ലല്ലോ അവർക്ക്, ശരിക്കും അപ്പൻ അറിയില്ല. അവർ പറയുന്ന അപ്പൻ എന്ന് പറയുന്നത് ആരോ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ടുള്ള ദൈവത്തെ അവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന. അവരുടെ ലൈഫിനകത്ത് ഈ ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. സോ ശരിക്കും ഈ കാര്യം നമ്മുടെ വിശ്വാസ സമൂഹം അറിയണം. ഏത് കാര്യം? നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന സൃഷ്ടാവാം ദൈവം ദുഷ്ടനല്ല, ക്രൂരനല്ല, സ്നേഹവാനാണ്, കാരുണ്യവാനാണ്, സൽഗുണ സമ്പൂർണനാണ്. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ, എത്ര കുഴപ്പങ്ങൾ ചെയ്താലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ ദൈവം എന്ന് തന്നെ വിളിക്കുന്നത്. ജ്യോതിയമ്മയ്ക്ക് 2 പിള്ളേരില്ലേ? എന്തോരം ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് ആ പിള്ളേർ ഇല്ലേ? ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്ന ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് എപ്പോഴേലും?
നിനക്ക് ഞാൻ ഒന്നും വെച്ച് തരത്തില്ല എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എത്ര കുരുത്തക്കേടാണ് കാണിച്ചാലും ഒരപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും എന്ത് ചെയ്യും? അടുത്ത് വീണ്ടും കരുതും. സ്വന്തം മക്കളെ എപ്പോഴും കരുതും. ഇതാണ് അപ്പൻ്റെ അമ്മയുടെ ഹാർട്ട്. ഇങ്ങനെ ആകണം. അങ്ങനെ അല്ലാത്തൊരു വ്യക്തി അപ്പനും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. സോ അപ്പൻ്റെ അമ്മയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹാർട്ട് എന്ന് പറയുന്നത് ആ ഒരു കരുതലാണ്, അല്ലേ? അങ്ങനെയല്ലേ? എന്നാലേ അപ്പനെന്നും ആ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ വാക്കുകളാണ് വിളിക്കേണ്ടത്. സോ അപ്പനെന്നും അമ്മയെന്ന് പറയുന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കരുണയുള്ള, സ്നേഹമുള്ള, വാത്സല്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പനും അമ്മയെന്ന് വിളിക്കുന്നത്. ഫൈൻ. സോ അതുപോലെ ഒരു വ്യക്തിയാണ് ദൈവവും. ആ വ്യക്തി ഒരിക്കലും മനുഷ്യനെ എന്ത് ചെയ്യത്തില്ല? കഷ്ടപ്പെടുത്തത്തില്ല. സോ ആ ടൈറ്റിൽ ഈ വ്യക്തിക്ക്, ദൈവം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ചേരില്ല. ഇനി മറ്റ് വേറൊരു സൈഡ് അപ്പുറത്തുള്ളത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ദൈവം തരുന്ന ശിക്ഷയൊന്നുമല്ല, അത് നമ്മൾ തന്നെ വിതച്ച് കൊയ്യുന്നതാണ്. അതിനകത്ത് ദൈവത്തെ കൊണ്ടിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെസ്സേജ് നമ്മൾ കുറെ ആൾക്കാരിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിന്നിട്ട് അതിൽ നിന്ന് മാറി ചിന്തിച്ചതുപോലെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നു മനസ്സിൽ. ഇപ്പം എനിക്കറിയുന്നതന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊരു ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്ത് വരണം. പക്ഷെ അവരിന്നും ആ പള്ളിയിൽ പറഞ്ഞ ആ ഒരു ഇതിനെ ഒരു ഭയക്കും. ഓക്കെ, ഇതിൻ്റെ വേറൊരു സൈഡ് കൂടെ ഉണ്ട്. ഇതിന് വേറൊരു സൈഡ് എന്ന് പറയുന്നത്, പറഞ്ഞു കേട്ടിട്ടില്ലേ, നീ നല്ല പ്രവൃത്തി ചെയ്താൽ, നീ നന്മ ചെയ്തു കഴിഞ്ഞാൽ 7 തലമുറയോ 10 തലമുറയ്ക്കോ ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെയും ലോജിക്കില്ല. കാരണം ഞാൻ നല്ലത് ചെയ്തിട്ട് നാളെ എൻ്റെ മകൻ ദോഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വീണ്ടും 10 തലമുറയിലേക്ക് അത് പോകും? അവിടെ ഇത് ബ്രേക്കായില്ലേ? സോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ആശയം ഇങ്ങനെയല്ല വരേണ്ടത്. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിൽ പറഞ്ഞ ആ ആശയം അങ്ങനെ അല്ല, അതിന് വേറെ മീനിങ് ആണുള്ളത്. സോ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളാണ് ശരിക്കും ജനങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തുന്നത്. ഞാനാണെങ്കിൽ പറയും, അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് പറയും. ഞാനിപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ കോപിക്കുന്ന ഒരു ദുഷ്ടനായ ഒരു ക്രൂരനായ ദൈവമാണെങ്കിൽ എനിക്ക് ആ ദൈവമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല.